അസ്സലാമലൈക്കും. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യായിരിക്കും. കുറച്ച് നമുക്കൊരു എന്തെങ്കിലും ഒരു ആരോഗ്യപരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇമ്മാടെ വീഡിയോസ് ആണെങ്കിലും എൻ്റെ വീഡിയോസ് ആണെങ്കിലും ഒക്കെ കുറഞ്ഞത്. അപ്പോൾ ഇന്ന് ഈദിൻ്റെ വീഡിയോയും ശരിക്കും ഞാൻ എടുത്തിട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം കഴിഞ്ഞ പെരുന്നാളിന് 50 ആൾക്കാരുണ്ടായിരുന്നില്ല, ഈ പെരുന്നാളിൽ 5 ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇതൊരു അറ്റ്ലാന്റിസിൽ പോയ ഒരു വീഡിയോ ആണ്. ഇത് ലോസ് ചേമ്പേഴ്സിൽ പോയതാട്ടോ. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ അവരിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടോ. ഞങ്ങൾക്ക് ഉമ്മാക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഹോസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അമ്മായിയും കുട്ടികളും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെവിടെ കൊണ്ടുപോകും, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ദുബായിൽ, ഉമ്മയും ഇത്തൊക്കെ നാട്ടിലാണുള്ളത്. അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ലോസ് ചേമ്പേഴ്സിൽ പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അറ്റ്ലാന്റിസിലുള്ള ലോസ് ചേമ്പേഴ്സിലാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരണം കേട്ടോ, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണമെങ്കിൽ. ഇല്ലെങ്കിൽ എന്നും നമ്മളിങ്ങനെ വീട്ടിൽ കുത്തിരിക്കലല്ലാണ്ട് ഇങ്ങനെ പുറത്തിറങ്ങലൊന്നുമില്ല. കുറേ കാലം വരെ ദുബായിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെപ്പോൾ ഇവിടെ തന്നെ ആകുമ്പോൾ അത് ഇവിടെ തന്നെ അല്ലേ, പോവാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി വെക്കലായിരിക്കും പലപ്പോഴും. പക്ഷേ ലോസ് ചേമ്പേഴ്സ് നമ്മളിത് അറ്റ്ലാന്റിസ് സ്റ്റാർട്ട് ചെയ്ത കാലത്ത് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ പോയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അറ്റ്ലാന്റിസിൻ്റെ ഭാഗത്ത് പോലും പോകാറില്ല. അപ്പം അങ്ങനെ ഇന്ന് വന്നതാണ്. ഇന്ന് വന്നപ്പോൾ ഈ ജെല്ലി ഫിഷ് കണ്ടപ്പോൾ എനിക്ക് എന്തൊരു രസമാണെന്നറിയാം. എനിക്ക് ശരിക്കും ഈ ലോസ് ചേമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താ പറയുക, ഈ ജെല്ലി ഫിഷിൻ്റെ മൂമെൻറ്റ്സ് കാണേണ്ടതാണ്. എനിക്ക് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിന്. കാണാനും നല്ല ഭംഗിയുണ്ടായിന് കേട്ടോ. പിന്നെ ഹൂദിന് ഭയങ്കര ഇഷ്ടമാണ് ജെല്ലി ഫിഷ്. അതല്ലാണ്ടും പൊതുവേ ഹൂദിന് ഫിഷസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവന് കാണാനൊക്കെ. അപ്പം ഈ ലോസ് ചേമ്പേഴ്സിൻ്റെ തീം എന്ന് വെച്ചാൽ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ടിൽ അങ്ങനെ അണ്ടർ വാട്ടർ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. കുറേ ആൾക്കാർ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അറ്റ്ലാന്റിസിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നുള്ളത്. പിന്നെ റേറ്റ് വരുന്നുള്ളത് 150 പെർ ഹെഡാണ് ചാർജ് വരിക. പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരുപാട് ഫിഷസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മളെ ലാർജസ്റ്റ് ഷാർക്കൊക്കെ ഉള്ളത്. അപ്പോൾ കാണാനൊരു നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ദുബായിലൊക്കെ വരുന്ന ആൾക്കാർക്ക് എന്തായെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടും കൂടിയാണ്. കാരണം അറ്റ്ലാന്റിസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അറ്റ്ലാന്റിസിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായി ഇങ്ങനെ പോയി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോബ്സ്റ്ററൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ ജാലി പോലെ കെട്ടിക്കെടുക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ അക്വേറിയം, ഈ അണ്ടർ വാട്ടർ ക്രീച്ചേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മെസ്മറൈസിങ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയല്ല. നമുക്കായാലും ഇങ്ങനെ കുറേ സമയം നോക്കി നിൽക്കാൻ തോന്നട്ടെ. എന്തൊരു മൊഞ്ചാ ഓരോ ഫിഷസ് പോകുന്ന കാണാനും അതിൻ്റെ ലിവിങ്സ് കാണാനും. നമ്മൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് പോയെങ്കിലില്ല, നമ്മൾ തന്നെ ഇങ്ങനെ ശരിക്കും നമ്മളെ സങ്കടങ്ങളും നമ്മളെ കാര്യങ്ങളൊക്കെ മറന്നു പോട്ടാ. അത്രയും ഭംഗിയാണ് ഇങ്ങനെ ഓരോ ഫിഷസിനെ കാണാൻ. അവരെ പിന്നെ മറ്റേ എന്താ പറയുക, എയർ സർക്കുലേഷൻ, വാട്ടർ പ്യൂരിഫയറാണ് ആ സംഭവങ്ങൾ. നമ്മളവിടെ ഇരുന്ന സമയത്ത് ഇങ്ങനെ ബബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു കേട്ടോ കാണാൻ. ഇത് കണ്ടില്ല നിങ്ങൾ, ഒരു ഷാർക്ക് വരുന്നത്, എന്താ രസം. ഇതൊക്കെ ഇങ്ങനെ കണ്ടെടുക്കുമ്പോൾ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കര മൊഞ്ചുണ്ടായിന്. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ കാണേണ്ട സംഭവം തന്നെ കേട്ടോ. പിന്നെ എനിക്കറിയാം UAE കുറേ ഇടത്തിൽ നമുക്ക് അക്വേറിയത്തിനുള്ള സ്പോട്ടുണ്ട്. അബുദാബിയിലുണ്ട്, ഷാർജയിൽ ചെറിയ ഫീസിന് 20 ദിർഹംസിനാണ് ഷാർജ അക്വേറിയം ഉള്ളത്. അപ്പോൾ അതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട് ദുബായ് മോളിൽ. ഫ്രീക്ക് നമുക്ക് കുറേ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളിൽ പോവുകയാണെങ്കിൽ അണ്ടർ വാട്ടർ സൂം കാര്യങ്ങളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ പോയി. ഇത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പം അവന് ആ ഒരു എന്താ ലൈക്ക് അവരുടെ ഗ്രോയിങ് ടൈമിൽ അവരിതൊക്കെ കാണുമ്പം അവർക്ക് നല്ലൊരു ഇതായിട്ട് തോന്നും. അപ്പം ഞാനൊക്കെ ചെറുതുണ്ടാകുന്ന സമയത്താണ് ദുബായിനെ കുറേ എക്സ്പ്ലോർ ചെയ്യാറൊക്കെ. എന്നെ ഉപ്പയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടാകും. പിന്നെ നമ്മൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ ദുബായിലേക്ക് നമ്മളൊരു വീടാണ്. അപ്പം നമ്മളിങ്ങനെ ആവശ്യത്തിന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് കാണാൻ പോകാറ്, ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ മെയിനായിട്ട് ദുബായിൽ പുറത്തിറങ്ങാറ്. അപ്പോൾ ഇപ്പം മക്കളൊക്കെ ആയിപ്പോൾ ഇങ്ങനെ വലുതായി വരുമ്പോൾ അവനെ ഇപ്പോൾ ഓരോന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സൂവിൽ പോവാറും പാർക്കിലൊക്കെ പോകാറില്ല. പാർക്കൊക്കെ മറന്ന കാലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഇവനെ ഇവിടെ കൊണ്ടുവന്നപ്പം അമ്മായിക്കും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി, ഹുദ്ദിനും നന്നായി.
അപ്പം ഒരു മൊത്തത്തിലൊരു അടിപൊളിയായിട്ടുണ്ടായ ഒരു ഒരു ഡേ ഔട്ടാണെന്ന് പറയട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റ്ലാന്റിസിലൊരു ഡിന്നറും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നത്തെ ദിവസമല്ല, അറ്റ്ലാന്റിസ് ദ റോയലിലാണ് ഞാൻ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഒരു ദിവസം ഇവിടെ എന്താ പറയുക ഇവരെ ലോസ്റ്റ് ചേമ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു അടിപൊളി വിസിറ്റ് തന്നെ പറയാം കേട്ടോ. അങ്ങനെ ലോസ്റ്റ് ചേമ്പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് അറ്റ്ലാന്റിസ് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ കുറേ ബാറുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതെന്ന് വെച്ചെങ്കിൽ നമ്മൾ അക്വാ വെഞ്ചറിന് വരുമ്പോൾ കണ്ടില്ലേ, ഇവിടുത്തെ ലൈറ്റ്സൊക്കെ തന്നെയാണ് ഭയങ്കര രസമായിട്ടുള്ളത്. ഫിഷിൻ്റെ തന്നെ ഒരു ഇതൊക്കെ ആയിട്ടാണ് അവർ ലൈറ്റിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഓരോ റെസ്റ്റോറൻറ്റ്സിനും അവർ ഭയങ്കര ഒരു യുണീക്കായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇങ്ങനെ പോയപ്പോഴാണ് ആ സൈഡിലുള്ള അക്വേറിയത്തിൽ നിന്ന് ഒരു സ്കൂബ ഡൈവർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും സ്കൂബ ഡൈവും ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ എന്താ പറയുക അറ്റ്ലാന്റിസിൻ്റെ വാട്ടറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ കണ്ട് ഇത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. മോന് കുറേ ദിവസം ശേഷമാണ് ഒന്ന് പുറത്തു പോയത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീണ്ടും നല്ലൊരു ദിവസം കാണാം. ബൈ, അസ്സലാമു അലൈക്കും.